നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2001 സെപ്റ്റംബർ 11 അമേരിക്കയുടെ ഹൃദയം തകർന്ന ദിനം. ലോകശക്തിയായി ഉയർന്നു നിൽക്കുന്നുവെന്ന അഭിമാനം മിനിറ്റുകൾക്കുള്ളിൽ തകർന്നടിഞ്ഞ ദിവസം. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുകയും അതിൽ 3000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ലോകത്തെ ആകമാനം ഞെട്ടിച്ചിരുന്നു. അന്നു മുതൽ അമേരിക്ക ഒരു പുതിയ ദൗത്യം കൂടി ഏറ്റെടുത്തു. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട ദിനം മാത്രമായിരുന്നില്ല. ഒസാമ ബിൻ ലാദൻ എന്ന തീവ്രവാദിയെ അമേരിക്ക തിരഞ്ഞു തുടങ്ങിയ ദിവസം കൂടിയായിരുന്നു അത്. നെപ്റ്റ്യൂൺ സ്പിയർ എന്ന രഹസ്യനാമമുള്ള ഈ ഓപ്പറേഷന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് അനുമതി നൽകി. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതിനാണ് അമേരിക്ക അൽ-ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനെ പിടികൂടാൻ നടപടിയെടുക്കുന്നത്. 2011 മെയ് 2 രാത്രിയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിരയപ്പെടുന്ന മനുഷ്യനും സെപ്റ്റംബർ 2011 ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടത്തിലെ ഒരു നിർണായക നിമിഷമായി ഒസാമയുടെ മരണം അന്ന് അടയാളപ്പെടുത്തി. അന്ന് തൊട്ട് അൽ-ഖ്വയ്ദ അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായി ഇടം തേടി. 2013 മുതൽ ISISന്റെ നാടകീയമായ വളർച്ച ഉണ്ടായിരുന്നിട്ടും പെന്റഗൺ, നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ, US ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റി എന്നിവയെല്ലാം അൽ-ഖ്വയ്ദ ഒരു നിർണായക ഭീകര ഭീഷണിയായി തുടരുന്നു എന്ന് ശക്തമായി ഊന്നി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, വൈറ്റ് ഹൌസുമായി അടുത്ത ബന്ധമുള്ള മറ്റുള്ളവർ എന്നിവരെ വധിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കെയാണ് അൽ-ഖ്വയ്ദ ഇൻ ദി അറേബ്യൻ പെനിൻസുല നേതാവ് സാദ് ബിൻ അതേഫ് അൽ അവലാക്കി ഒരു ഞെട്ടിക്കുന്ന വീഡിയോ സന്ദേശം ഇത് സംബന്ധിച്ച് പുറത്തിറക്കി. വൈറ്റ് ഹൌസുമായി അടുത്ത ബന്ധമുള്ളവരുടെ കുടുംബങ്ങളെ പിന്തുടരാൻ അൽ അവലാക്കി തന്റെ 34 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഇസ്രയേലിനെ പിന്തുണച്ചതിന് അമേരിക്കയുടെ നടപടിയെ തുടർന്നാണ് ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. മസ്ക് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ഉപദേഷ്ടാക്കളെയും വധിക്കണമെന്ന് അൽ അവലാക്കി വീഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നു. ഞായറാഴ്ച പുറത്തുവന്ന വീഡിയോ ആണിതെന്നാണ് കരുതുന്നത്. യമനിലാണ് ഇയാൾ ഒളിവിൽ കഴിയുന്നത്. അമേരിക്കയിലുള്ള മുസ്ലിം സമൂഹത്തോടാണ് ഔലാക്കി ആഹ്വാനം ചെയ്യുന്നത്. പ്രതികാരം ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അവരുടെ പിന്നാലെ പോകൂ, അവരുടെ കുടുംബാംഗങ്ങളെയും വിടേണ്ട, വൈറ്റ് ഹൌസിലെ രാഷ്ട്രീയ പ്രവർത്തകരുമായി അടുപ്പമുള്ള എല്ലാവരെയും തീർക്കണം. ഇതാണ് വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. ഗാസയിലുള്ള തങ്ങളുടെ ജനതയ്ക്കുണ്ടായ വിഷമതകൾക്ക് ശേഷം ഇനിയൊരു ഒത്തുതീർപ്പ് വേണ്ട എന്നും വീഡിയോയിൽ പറയുന്നു. ജൂതരെ സുഖമായി കഴിയാൻ അനുവദിക്കരുതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. 2024 മാർച്ചിലാണ് അൽ അവലാക്കി അൽ-ഖായിദയുടെ തലപ്പത്തെത്തിയത്. $6 മില്യൺ US ഇയാളുടെ തലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന പാരിതോഷികം. നേതൃസ്ഥാനത്തെത്തിയ ശേഷം അൽ അവലാക്കിയുടേതായി പുറത്തുവന്ന ആദ്യ വീഡിയോയാണ് ഇത്. യമനിലാണ് നിലവിൽ ഇയാളുള്ളത് എന്നാണ് നിഗമനം. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ആഗോള ജിഹാദ് നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഒസാമ ബിൻ ലാദൻ അൽ-ഖ്വയ്ദ സ്ഥാപിക്കുകയാണ്. 1996 ബിൻ ലാദൻ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഒരു ജിഹാദ് പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. 1992 മുതൽ അൽ-ഖ്വയ്ദ 1996 പുറത്താക്കപ്പെടുന്നതുവരെ സുഡാനിലാണ് ആസ്ഥാനം സ്ഥാപിച്ചിരുന്നത്. പിന്നീട് അത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് താവളം മാറ്റി. പിന്നീട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, പ്രധാനമായും മിഡിൽ ഈസ്റ്റിലേക്കും ദക്ഷിണേഷ്യയിലേക്കും വ്യാപിച്ചു. 1996-ലും 98-ലും സൗദി അറേബ്യയിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബിൻ ലാദൻ 2 ഫത്താവകൾ പുറപ്പെടുവിച്ചിരുന്നു. 1998-ൽ കെനിയയിലും ടാൻസാനിയയിലും അൽ-ഖ്വയ്ദ US എംബസി ബോംബാക്രമണം നടത്തി. അതിൽ 224 പേർ കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെയും സുഡാനിലെയും അൽ-ഖ്വയ്ദ ലക്ഷ്യങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് ആരംഭിച്ചുകൊണ്ട് US തിരിച്ചടിച്ചു. 2001-ൽ അൽ-ഖ്വയ്ദ സെപ്റ്റംബർ 11 നടത്തിയ ആക്രമണങ്ങൾ ഏകദേശം 3000 മരണങ്ങൾക്ക് കാരണമായി. സമീപവാസികളുടെ ദീർഘകാല ആരോഗ്യ പ്രത്യാഘാതങ്ങൾ, ആഗോള സാമ്പത്തിക വിപണികൾക്ക് നാശനഷ്ടങ്ങൾ, ഗുരുതരമായ ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായി. ലോകമെമ്പാടും ആഴത്തിലുള്ള സാംസ്കാരിക സ്വാധീനം സൃഷ്ടിച്ചു. പ്രതികരണമായി US ഭീകരതയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചു. താലിബാനെ പുറത്താക്കാനും അൽ-ഖ്വയ്ദയെ നശിപ്പിക്കാനും അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. 2003-ൽ US നേതൃത്വത്തിലുള്ള ഒരു സഖ്യം ഇറാഖ് ആക്രമിച്ചു. അൽ-ഖ്വയ്ദയുമായി ബന്ധമുണ്ടെന്ന് വ്യാജമായി ആരോപിച്ച ബാത്തിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിച്ചു. 2004-ൽ അൽ-ഖ്വയ്ദ ഇറാഖി പ്രാദേശിക ശാഖ ആരംഭിച്ചു. ഏകദേശം 1 ദശാബ്ദക്കാലം അദ്ദേഹത്തെ പിന്തുടരുന്നതിനു ശേഷം 2011 മെയ് മാസത്തിൽ US സൈന്യം പാകിസ്ഥാനിൽ ബിൻ ലാദനെ വധിച്ചു.
അമേരിക്കൻ മണ്ണിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മാരകമായ 2001 സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയും നടപ്പിലാക്കുകയും ചെയ്തതിനു പുറമെ ലോകമെമ്പാടുമുള്ള ഭീകരാക്രമണങ്ങൾക്ക് അൽ-ഖ്വയ്ദ ഉത്തരവാദിയാണ്. അറേബ്യൻ ഉപദ്വീപ്, വടക്കേ ആഫ്രിക്ക, കിഴക്കൻ ആഫ്രിക്ക, സിറിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിൽ അൽ-ഖ്വയ്ദയോട് ഔദ്യോഗികമായി കൂറു പുലർത്തുന്ന 5 പ്രധാന പ്രാദേശിക അഫിലിയേറ്റുകൾ ഗ്രൂപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇറാഖിലെ അൽ-ഖ്വയ്ദയുടെ മുൻ അഫിലിയേറ്റും നിലവിലെ എതിരാളിയുമായ IS-നോട് അതിന്റെ ചില അഫിലിയേറ്റുകൾ കൂറ് പ്രതിജ്ഞയെടുത്തിട്ടുണ്ടെങ്കിലും അൽ-ഖ്വയ്ദ ഇപ്പോഴും ഒരു നിർണായക ഭീകര ഭീഷണിയാണെന്ന് US പെന്റഗണും മറ്റ് രഹസ്യാന്വേഷണ ഗ്രൂപ്പുകളും ശക്തമായി ഊന്നിപ്പറഞ്ഞു. താലിബാന്റെ പതനത്തിനു ശേഷം സിറിയ, ഗൾഫ്, വടക്കേ ആഫ്രിക്ക, പശ്ചിമാഫ്രിക്ക, കിഴക്കൻ ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവയുൾപ്പെടെ ലോകമെമ്പാടും അൽ-ഖ്വയ്ദ പ്രവർത്തനങ്ങൾ സ്ഥാപിച്ചു. 1998 കെനിയയിലെയും ടാൻസാനിയയിലെയും US എംബസികളിൽ നടന്ന ബോംബാക്രമണങ്ങൾ, 2002 ബാലി ബോംബാക്രമണം, 2003 സൗദി അറേബ്യ ബോംബാക്രമണങ്ങൾ, 2004 മാഡ്രിഡ് ബോംബാക്രമണം, 2005 ലണ്ടൻ ബോംബാക്രമണം ഇവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഭീകരാക്രമണങ്ങൾക്ക് അൽ-ഖ്വയ്ദ തന്നെയാണ് ഉത്തരവാദി. 2009 ക്രിസ്മസ് ദിന വിമാന ബോംബാക്രമണ ശ്രമം, 2010 ടൈംസ് സ്ക്വയറിലെ ബോംബാക്രമണ ശ്രമം, 2010 തന്നെ കാർഗോ വിമാന ബോംബാക്രമണ ശ്രമം എന്നിവയുൾപ്പെടെ നിരവധി പരാജയപ്പെട്ട പ്രവർത്തനങ്ങൾക്കും അൽ-ഖ്വയ്ദ ഉത്തരവാദിയാണ്. ഇന്ന് അൽ-ഖ്വയ്ദയുടെ ഘടന കൂടുതൽ വികേന്ദ്രീകൃതമായിരിക്കുന്നു. അൽ-ഖ്വയ്ദയുടെ പ്രധാന ദൗത്യത്തിന്റെ വിപുലീകരണങ്ങളായി അർദ്ധ സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കുന്ന അനുബന്ധ സ്ഥാപനങ്ങൾ വരെയുണ്ട്. ഇവ മാരകമായ ഭീകരാക്രമണങ്ങളും ബന്ദിയാക്കൽ പ്രവർത്തനങ്ങളും നടത്തുന്നു. അൽ-ഖ്വയ്ദ ലോകമെമ്പാടും അഫിലിയേറ്റുകൾ നിലനിർത്തുന്നുണ്ടെങ്കിലും അതിന്റെ ചില അഫിലിയേറ്റുകൾ ഇറാഖിലെ അൽ-ഖ്വയ്ദയുടെ മുൻ അഫിലിയേറ്റും നിലവിലെ എതിരാളിയുമായ IS-നോടാണ് കൂറു പുലർത്തുന്നത്. എന്നിരുന്നാലും 2013 മുതൽ IS-ന്റെ നാടകീയമായ വളർച്ച ഉണ്ടായിട്ടും പെന്റഗൺ, ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രം, US ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റി എന്നിവയെല്ലാം അൽ-ഖ്വയ്ദ നിർണായക ഭീകര ഭീഷണിയായാണ് തുടരുന്നത്. ഒസാമ ബിൻ ലാദന്റെ മരിച്ചുപോയ മകനെന്ന് കരുതപ്പെടുന്ന ഹംസ ബിൻ ലാദൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അൽ-ഖ്വയ്ദ ശൃംഖലയെ രഹസ്യമായി നയിക്കുന്നുണ്ടെന്നും മാധ്യമവൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹംസ ബിൻ ലാദനോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുള്ളയും നെറ്റ്വർക്കിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. ഹംസ ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിലാണ് ആസ്ഥാനമെന്ന് റിപ്പോർട്ടുണ്ട്. 2 സഹോദരന്മാരും അഫ്ഗാനിസ്ഥാനിലുടനീളം 10ലധികം അൽ-ഖ്വയ്ദ പരിശീലന ക്യാമ്പുകൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു. താലിബാൻ ബിൻ ലാദനുമായി സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹവുമായും കുടുംബവുമായും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപിനെതിരെ അൽ-ഖ്വയ്ദയിൽ നിന്നുള്ള വധഭീഷണിയും വന്നിട്ടുള്ളത്.